ഈ 90 kgs പെട്ടെന്ന് 60 kg ആക്കണമെങ്കിൽ ഇച്ചിരി പാടാണ്, നല്ലപോലെ മോട്ടിവേഷൻ വേണം. അപ്പോൾ അതിന് ഇപ്പം നമുക്ക് ട്രൈ ചെയ്യാവുന്നത് GLP-1, ഇപ്പം സെമഗ്ലൂട്ടൈഡ് ഒക്കെ കൊടുക്കാം. ആക്ച്വലി ഇപ്പം സെമഗ്ലൂട്ടൈഡ് അത് കൊടുക്കുന്നുണ്ടോ? കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ സെമഗ്ലൂട്ടൈഡ്, അതായത് നമ്മുടെ എന്താ പറയുക, ഒസംബിക് ഒക്കെ ഇവിടെ അവൈലബിൾ അല്ല, നമുക്കിവിടെ മോഞ്ചറോ അവൈലബിൾ ആണ്. ഒസംബിക്ക് ഇമ്പോർട്ട് ചെയ്യണം. അപ്പം മോഞ്ചറോ ഒക്കെ ആണെങ്കിൽ നമുക്ക് വീക്ക്ലി ഇഞ്ചെക്ഷൻസ് ആണ്. അപ്പോൾ വീക്ക്ലി ഇഞ്ചെക്ഷൻസ് കുറച്ച് സൈഡ് എഫക്റ്റുകൾ, മിനിമൽ സൈഡ് എഫക്ട്സേ ഉള്ളൂ, ലൈക്ക് നോസിയ, ഒരു വോമിറ്റിംഗ് ഫീലിംഗ്. അത് ഈ മെറ്റ്ഫോമിൻ എടുക്കുമ്പോൾ ലോങ് ടേം പറഞ്ഞാൽ ലോങ് ടേം ആയിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഈ വെയിറ്റ് ഈ 90 kg 60 kg ആവുന്നവരെ ആ ഒരു, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു സബ്സ്റ്റാൻഷ്യലി ഒരു വെയിറ്റ് കുറഞ്ഞ് നമുക്കൊരു നമ്മുടെ അണ്ടർ കൺട്രോൾ, അറ്റ്ലീസ്റ്റ് ഒന്ന് ജിമ്മിൽ പോയി വെയിറ്റ് ട്രെയിനിങ് ചെയ്യാൻ പറ്റുന്ന ഒരു വെയിറ്റ് ആകും. 90 kgsൻ്റെ അടുത്തൊക്കെ ഞാൻ ജിമ്മിൽ പോകാൻ പറയാറില്ല, ബിക്കോസ് വേറെ എന്തെങ്കിലും പറ്റും, ഫ്രാക്ചർ വല്ലതും ആയാലോ, തേയ്മാനമൊക്കെ വരും. അപ്പം ഞാൻ ഒരിക്കലും പറയത്തില്ല, നമ്മുടെ ഉള്ളിൽ ഒതുക്കാൻ പറ്റുന്ന ഒരു വെയിറ്റ് ആയതിനു ശേഷം then you go to gym or you do aerobic exercises or you do cardio, ജമ്പിങ് ജാക്സ് ഓർ സ്വിമ്മിങ്ങോ, ജമ്പിങ് ജാക്സോ സൂംബായോ എന്ത് വേണമെങ്കിലും ചെയ്തോ, കുഴപ്പമില്ല. പക്ഷേ 90 kgs അല്ലെങ്കിൽ 90 above kgs ആളുടെ അടുത്ത് ഞാൻ പെട്ടെന്ന് ജിമ്മിൽ പോകാൻ പറഞ്ഞുണ്ടല്ലോ, അവർക്കും ഒരു ജിമ്മിലെ ബാക്കിയുള്ളവരെയും ബോഡി ബിൽഡേഴ്സിനെ കാണുമ്പോൾ അവർക്കും ഒരു സങ്കടം. മൊത്തത്തിൽ അതൊരു നന്നായിട്ട് വരും, പോസിറ്റീവായിട്ട് വരും, ചിലർക്ക് പക്ഷേ അതൊരു ബുദ്ധിമുട്ടായിട്ട്, ബിക്കോസ് ഇറ്റ്സ് എ കോൺസ്റ്റന്റ് മോട്ടിവേഷൻ അല്ലെങ്കിൽ ഡ്രൈവ് വേണ്ട ഒരു സാധനമാണ് വെയിറ്റ് ലോസ് എന്ന് വെച്ചാൽ. അപ്പോൾ അതിന് നമ്മളൊന്ന് ജസ്റ്റ് അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വി ഡു ഗിവ് മോഞ്ചറോ ഓർ വി ഗിവ് ലൈക്ക് വെഗോവി ഇഞ്ചെക്ഷൻസും കൊടുക്കാം, അല്ലെങ്കിൽ സെമഗ്ലൂട്ടൈഡ് ലൈക്ക് മെഡിസിൻ ആയിട്ട് തന്നെ എടുക്കാം. റൈബിൾസ് എന്ന് പറയും, അതിൻ്റെ ഏറ്റവും ലോവസ്റ്റ് ഡോസിൽ തുടങ്ങാം. എത്ര പീരീഡ് വേണം അത് റൈബൽസിസ് എന്ന് പറയുമ്പോഴത്തെ ടാബ്ലറ്റ്, അത് ഡെയിലി എടുക്കേണ്ട ടാബ്ലറ്റ് ആണ്. അതൊരു 1 month കൊടുത്തിട്ട് എത്രത്തോളം വെയിറ്റ് കുറയുന്നു നോക്കും നമ്മൾ. മാക്സിമം എത്ര കുറയാറുണ്ട്? 1 month 10 kgs ഒക്കെ കുറയാറുണ്ട്. 1 month 10 kgs കുറയാറുണ്ട്. പിന്നെ വേറൊരു കാര്യമുണ്ട്, വെയിറ്റിന്റെ കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്, ഇനീഷ്യലി വെയിറ്റ് കുറയുന്നത് വന്നിട്ട് വാട്ടർ വെയിറ്റ് ആണ് കുറയുന്നത്. വാട്ടർ റിട്ടൻഷൻ, കാരണം ഒരു ചെറിയൊരു വെയിറ്റ് ഉണ്ടല്ലോ, അത് പെട്ടെന്ന് കുറയും. പിന്നെ ഈ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അത് പെട്ടെന്ന് കുറയും. ഗ്ലൂക്കോസ് നമ്മളിപ്പോൾ ഇൻജസ്റ്റ് ചെയ്യുന്ന ഗ്ലൂക്കോസിൻ്റെ അപ്പോഴത്തെ ഉള്ളത് അത് പെട്ടെന്നൊന്ന് മെറ്റബിളൈസ് ആവും. പിന്നെ ഈ ഫാറ്റ് സ്റ്റോർ ചെയ്തിരിക്കുന്ന ഫാറ്റ്, മനസ്സിലായില്ല, ഗ്ലൂക്കോസ് എങ്ങനെ? അതായത് ഇപ്പം നമ്മളിപ്പോൾ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു, അപ്പോൾ ആ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ നിന്ന് എടുത്ത ഗ്ലൂക്കോസ് ഇപ്പം ബ്ലഡിൽ കിടപ്പുണ്ട്, അത് മെറ്റബിളൈസ് ചെയ്യാൻ എളുപ്പമാണ്. പക്ഷേ ഈ സ്റ്റോറായി കിടക്കുന്ന ഗ്ലൂക്കഗോൺ സ്റ്റോറായി കിടക്കുന്ന അത് മൊബിലൈസ് ചെയ്ത് ഗ്ലൂക്കോസ് ആക്കാൻ, അല്ലെങ്കിൽ ഫാറ്റ് സ്റ്റോറായി കിടക്കുന്ന ഫാറ്റ് മൊബിലൈസ് ചെയ്തിട്ട് ഈ മെറ്റബിളൈസിങ് ഒരു ഏജന്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ളത് അത് ഇച്ചിരി കഷ്ടപ്പാടാണ്. അപ്പോഴാണ് ഞാൻ ഈ പിള്ളേർക്കൊക്കെ കൊടുക്കുമ്പോഴത്തേക്ക് ഇനിഷ്യലി ഉള്ള വെയിറ്റ് പെട്ടെന്ന് കുറയും. ഇവർ ഇപ്പം ജിമ്മിൽ പോവുകയാണെങ്കിൽ തന്നെ പിന്നെ ഒരു വെയിറ്റ് എത്തുമ്പോൾ ആ വെയിറ്റ് ഇത് പിന്നെ കുറയാൻ ഭയങ്കര പാടാണ്. അവിടെ വെച്ചൊരു അങ്ങ് പിന്നെ അങ്ങോട്ട് കുറേ നല്ല പാടാണ്. അപ്പം ഞാൻ പറയും, അത് എന്തെങ്കിലും കോർ സ്ട്രെങ്തനിങ് എക്സസൈസസ് ചെയ്യേണ്ടി വരും, വെയിറ്റ് ട്രെയിനിങ് തന്നെ എടുക്കേണ്ടി വരും. പക്ഷേ ഇങ്ങനെ ആ ഒരു 1 monthനുള്ളിൽ 10 kg കുറയെന്ന് പറയുമ്പോൾ ഭയങ്കര വലിയൊരു ചേഞ്ച് അല്ലേ, വലിയൊരു അപ്പം പെട്ടെന്ന് അത്രയും ഒരു kg കുറയുമ്പോൾ അവർക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഹാപ്പി ആക്ച്വലി. അവർക്ക് തന്നെ ഒരു ഇപ്പൊ ക്രേവിങ്സ് ഒക്കെ കുറഞ്ഞു, ക്രേവിങ് നല്ല പോലെ കുറയും, സെറ്റൈറ്റി, അതായത് അവർക്ക് ഫീലിംഗ് ഓഫ് ഫുൾനെസ് വരും കുറച്ച് കഴിക്കുമ്പോൾ. അവർ പട്ടിണി അടക്കുമല്ല, കഴിക്കുന്നുണ്ട്, പക്ഷെ 3 ചപ്പാത്തി എടുക്കുന്ന സ്ഥലത്ത് അവരിപ്പോ 1.5 ചപ്പാത്തി എടുക്കുന്നുള്ളൂ. അപ്പറ്റൈറ്റ് കുറയും. അതെ, അത് പെട്ടെന്ന് ഫുൾ ഫീൽ ചെയ്യും. അവേർഷനൊന്നുമല്ല, പെട്ടെന്ന് എനിക്ക് ഇത്ര മതി. ഇപ്പൊ കാണുമ്പോഴത്തേക്ക് ഇത് കൊള്ളാമല്ലോ, ലഞ്ചാണ് കഴിച്ചു തുടങ്ങുമ്പോഴത്തേക്ക് ഒരു ഹാഫ് ബൗൾ എത്തുമ്പോൾ അവർ മതി, എനിക്ക് ഇത്ര മതി. അപ്പൊ അവർ കൺട്രോൾ വരുത്താൻ സെമഗ്ലൂട്ടൈഡ് പറ്റുന്നുണ്ട്.